ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സിമ്പിളായിട്ടൊരു ബോ ചെയ്തെടുത്താലോ? അതിന് വേണ്ടി വയർ ബോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മുത്തുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാർബിൾ ഷെയ്ഡുള്ള മുത്താണ്. 2-3 കളർ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ചെറിയ പേൾ വൈറ്റിൻ്റെ മുത്തും ഉണ്ട്. ഞാൻ ചെയ്തെടുക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ആദ്യം സെൻറ്ററിൽ കവർ ചെയ്താണ് വരുന്ന മുത്ത്. സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ പല കളറുള്ള മുത്തുകൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 2 കളർ മുത്തുകൾ മാത്രമാണ് എടുത്തിട്ട്. ഈ ഒരു വലിയ മുത്തുകൾ സെൻറ്റർ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സെൻറ്റർ ഭാഗം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള മുത്തുകൾ സൈഡിലായിട്ട് കോർത്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോയാണ്. കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. അപ്പോൾ മുത്തുകൾ കോർത്ത് കൊടുത്ത് സെൻറ്റർ ഭാഗം എങ്ങനെയാണ് രണ്ടും ഒരുപോലെ ആയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഏകദേശം മുത്തുകൾ കോർത്തെടുത്തിട്ടുണ്ട്. എത്ര മുത്തുകൾ നമുക്ക് ആവശ്യം വേണ്ടത് എത്രയാണോ അത്രയും മുത്തുകൾ സെൻറ്റർ ഭാഗത്ത് കോർത്തെടുക്കുക. അതിനുശേഷം ബോയുടെ 2 അറ്റവും ഒരുപോലെയാണോ വന്നിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. മുത്തുകൾ ഒരു വശത്തേക്ക് നീക്കിയതിന് ശേഷം ഇതുപോലെയാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗം കണക്കാക്കി തന്നെ എല്ലാ മുത്തുകളും ഇതുപോലെ ഒട്ടിച്ച് ടൈറ്റാക്കി എടുക്കണം. ഗ്ലൂ ഉപയോഗിച്ച് ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് വരത്തക്ക രീതിയിൽ, അതുപോലെ തന്നെ മുത്തുകൾ ഇളകി പോകാത്ത രീതിയിൽ കോർത്തെടുത്തു. അതിനുശേഷം പേൾ വൈറ്റിൻ്റെ മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് തന്നെ കോർത്തെടുക്കണം. അതല്ലെങ്കിൽ കുറച്ച് മുത്തുകൾ കോർത്തതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുത്തുകൾ കോർത്ത് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത വശം കോർക്കുന്നുണ്ട്. അതാകുമ്പോൾ മുത്തുകളെല്ലാം പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും. ആ ബോയുമായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയും ചെയ്യും. ഇനി മറുവശത്ത് ഇതുപോലെ മുത്തുകൾ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. മുത്തൊന്ന് ഉണങ്ങാനായിട്ട് സമയം കൊടുത്തതിന് ശേഷം അതിൻ്റെ മറുവശമാണ് റെഡിയാക്കിയെടുക്കുക.
ഒരു വശത്ത് കുറച്ച് മുത്തുകൾ മാത്രം കോർത്തതിന് ശേഷം മറുവശത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വശം ആ ഒരു പേൾ വൈറ്റ് കോർത്തതിന് ശേഷം എൻഡ് ബീഡ്സ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെയാണ് രണ്ട് വശവും കോർത്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ തന്നെ പല കളറിൽ ഈ ഒരു ബോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.